എന്നാൽ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ലോകത്തിൽ തന്നെ നമ്മുടെ കണ്ണുകളായിരിക്കുന്നത്? തിന്നുക കുടിക്കുക എന്നാണ്, ചത്തുപോകുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭൂമിയിലെ ഈ കാര്യങ്ങൾ മാത്രം കണ്ടെത്തിക്കൊണ്ട് പാപം ചെയ്ത് ജീവിക്കുന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? ദൈവഭയം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. മരിച്ചതിന് ശേഷം ഒരു ജീവിതമുണ്ടെന്നും മരിച്ചതിന് ശേഷം എന്നെ കുറ്റം വിധിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള തിരിച്ചറിവില്ലാതെ നമ്മളെല്ലാവരും താന്റെ വഴികളിലൂടെ അവസാനം മരണത്തിന് മുമ്പിൽ വികൃതിയോടെ കഴിയുകയാണ്. ഒരിക്കല് 83 വയസ്സുള്ള ഒരു മിലിറ്ററി ഓഫീസർ, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഞാൻ കടന്നു പോകാനിടെ ഞങ്ങൾ തമ്മിൽ ബന്ധമില്ല, കൂട്ടുകെട്ടുമില്ല. എന്നാൽ അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ കടന്നു ചെന്നപ്പോഴേ ഈ 83 വയസ്സുള്ള നല്ല ശക്തമായിരിക്കുന്ന ശരീരമുള്ള ഈ മിലിറ്ററി ഓഫീസറെ ഞാൻ സുവിശേഷം പറഞ്ഞപ്പോൾ നിലവിളിക്കുകയാണ്. അദ്ദേഹം ഒരു മർത്തോമ സഭ വിശ്വാസിയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രിയപ്പെട്ടത്, യൗവനത്തിലും നമ്മുടെ മഹത്വത്തിലും ഔദ്യോഗികമായിരിക്കുന്ന അനുഭവത്തിലും പാപം ചെയ്യുമ്പോഴേ നമ്മൾ വിചാരിക്കുന്നത് എന്നും തുടരുമെന്നില്ല. പ്രിയപ്പെട്ടത്, ഈ 83 വയസ്സുള്ള മിലിറ്ററി ഓഫീസറിനോട് മരണസമയത്ത് എന്നോട് പറയുകയാണ്, മോനെ, ഞാൻ എന്തുമാത്രം പാപം ചെയ്തിട്ടുള്ളവനാ, അയ്യോ ഞാൻ മനുഷ്യരോട് എന്തുമാത്രം പാപം ചെയ്തിട്ടുള്ളവനാ, ഞാൻ ചെയ്തതിന് അത്രയും ക്രൂരത മറ്റാരും ചെയ്തിട്ടില്ല, ഈ പാപം എവിടെ കൊണ്ട് ഇറക്കി വെക്കും? പ്രിയപ്പെട്ടവരെ, മരിക്കുന്ന സമയത്താണോ ഈ പാപബോധം വരുന്നത്? അതെ, തീർച്ചയായിട്ടും. കാരണം എന്താണ്? മരണത്തിനപ്പുറം നമ്മളെ കുറ്റം വിധിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള വെളിപ്പാട് അവരെ കിട്ടുന്നു. അതേ മരണസന്നായിട്ട് കിടക്കുമ്പോൾ അദ്ദേഹം നിലവിളിക്കുകയാണ്, ഞാൻ ഈ മരണത്തിന് ഈ പാപം എവിടെ കൊണ്ട് ഇറക്കി വെക്കും? അതേ പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും നമ്മളെ കാത്തിരിക്കുന്നു.